തളിക്കുളം ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി കെട്ടിടവും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനും പഞ്ചായത്തിന്റെ ആസ്തി വികസിപ്പിക്കുന്നതിനും ബജറ്റിൽ മുൻഗണന നൽകി. കൃഷിഭവൻ, മൃഗാശുപത്രി, കുടുംബശ്രീ ഓഫീസ്, വിഇഒ ഓഫീസ്, എഇ ഓഫീസ്, വയോജന ഉല്ലാസ കേന്ദ്രം, അംഗനവാടി കെട്ടിടങ്ങൾ, GMLP സ്കൂൾ സൗത്ത് പുതിയ കെട്ടിടം, മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങിയവ പഞ്ചായത്തിന്റെ സ്വന്തമായ സ്ഥലങ്ങളിൽ പണിയുന്നതിന് മുൻഗണന നൽകി. കടൽ, കായൽ ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനും സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ സഹായം നൽകുന്നതിനും പട്ടികജാതി ഉന്നതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതിയുണ്ട്. കുട്ടികളുടെ കലാകായിക വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയ്ക്കും മത്സ്യത്തൊഴിലാളി മേഖലയിലും കാർഷിക മേഖലയിലും യുവതീ യുവാക്കളുടെ കലാകായിക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുൻഗണനയുണ്ട്. കാർഷിക രംഗത്ത് കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടെ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിദഗ്ധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളുടെ സഹായത്തോടെ ടൂറിസം വ്യവസായം, കൃഷി, തൊഴിൽ സംരംഭകർക്കായുള്ള വിവിധ പരിശീലനങ്ങൾക്ക് മുൻഗണന നൽകുന്ന 2026-27 ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS റഹ്മത്തുള്ള കരട് പദ്ധതി അവതരിപ്പിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചർച്ചയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീന സുഭാഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഷൗക്കത്ത് അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു, വാർഡ് മെമ്പർമാരായ ഗോപിക രാമദാസ്, സുമിത മണികണ്ഠൻ, PA ഷിഹാബ്, ബാബു വല്ലത്ത്, സ്മിത്ത് EVS, ഷമീർ നാലകത്ത്, സഹീദ സിറാജ്, റഷീദ സൈനുദ്ദീൻ, PS സുൽഫിക്കർ, സുമന ജോഷി, മിനി രമേശ്, സ്മിത ധനഞ്ജയൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിശ്ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 2026-27 വർഷത്തെ പ്രാരംഭ ബാക്കി ഉൾപ്പെടെ വർഷത്തിൽ 30,69 ലക്ഷം രൂപ വരവും 30,04 ലക്ഷം രൂപ ചെലവും 65.25 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 10.89 ചതുരശ്ര കിലോമീറ്റർ മാത്രം വ്യാപ്തിയുള്ളതും 2011 സെൻസസ് പ്രകാരം 33,000-ലധികം ജനസംഖ്യയുള്ളതുമായ 18 വാർഡുകളുള്ള തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നത്.